പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കഥ പറഞ്ഞതിന് മുമ്പ് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വിചാരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ എല്ലാവരും രാവിലെ 7:29 തന്നെ എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട്, പ്രസന്റ് ആയിട്ടുണ്ട് അല്ലെ? നമ്മൾ 2 ആഴ്ച പനിച്ചു കിട്ടുന്നവര് അതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഓഫീസ് പോകുമ്പോൾ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ ഉണ്ടാവും ഉറപ്പുള്ള ആളുകൾക്കൊന്നും കൈ നിൽക്കാൻ പറ്റും. നല്ലൊരു ക്ലാപ്പ് കൊടുക്കില്ലായിരുന്നു. നമ്മൾ സ്ഥിരം പറഞ്ഞു തരാറുള്ളതാണ്, പേരിൽ ചേരാൻ തന്നെ കാരണമായിട്ട് നമ്മൾ പറയാറുള്ളതാണ്, എങ്ങനെ നമുക്ക് നമ്മളുടെ ഓഫീസിൽ നമ്മുടെ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരാം, എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ എങ്ങനെ ഈസി ആക്കുക എന്നുള്ളത്, എങ്ങനെ നമ്മൾ നല്ല സ്റ്റാഫ് ഹയറിംഗ് നടത്താം, സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സബ് ഡിവിഷൻസ് കൊണ്ടുവരിക എന്നൊക്കെയുള്ള വിവിധ കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഒക്കെ മുമ്പ് നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ എജുസിലോട്ട് അവസാനിപ്പിക്കുക എന്നാണ് വിചാരിക്കേണ്ടത്. അതെന്താണെന്ന് അറിയാം, നമ്മൾ വിചാരിക്കേണ്ട ആദ്യം നമ്മളില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉറങ്ങിക്കെടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ടപ്പെന്ന് പറഞ്ഞിട്ട് രാത്രി 12 മണിക്കും 1 മണിക്കും പകലും രാത്രിയും നമ്മൾ ട്രിപ്പിലാണെങ്കിലും ഒക്കെ അക്കൗണ്ടിൽ ക്യാഷ് വരണം, അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കണം. നമ്മളില്ലെങ്കിൽ നമ്മളെ കാട്ടി ഉഷാറാണ് കേട്ടോ നമ്മുടെ സ്റ്റാഫ് എന്നുള്ളതൊക്കെ ബാക്കിയുള്ള ഒരു കസ്റ്റമേഴ്സിന് അഭിപ്രായം കിട്ടണം അല്ലെ? അങ്ങനെയല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കുന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. പണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഭരണഘടനയ്ക്ക് ആവുന്നതിന് മുമ്പ് രാജവംശത്തിന്റെ കാര്യത്ത് വലിയൊരു രാജാവുണ്ട്. സാങ്കല്പിക കഥയാണ് കേട്ടോ. നല്ല രാജാവായിരുന്നു. മാവേലി നാടുവാണിടുക്കാലം എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ജനങ്ങളെ പ്രജാവത്സരനായ രാജാവായിരുന്നു. പക്ഷെ ഒരിക്കൽ രാജാവിന് അസുഖം വന്നുപോയി, വയ്യാതായി. സ്വാഭാവികമായിട്ട് പിന്നെ ചികിത്സക്കാരും ഭയങ്കര രാജകൊട്ടാരത്തിൽ ആളുണ്ടാവും, മന്ത്രിമാര്, ഡോക്ടർമാര്, പിന്നെ പ്രത്യേക സംഘങ്ങളൊക്കെ ഉണ്ടാവും. ട്രീറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാറുന്നില്ല, അസുഖം ഭേദമാവുന്നില്ല. അപ്പൊ ഒന്നുകൂടി എക്സ്പെർട്ട് ആള് വന്നു. നമ്മളിപ്പോ മ്യൂസിൽ അൽമാസിൽ എന്നൊക്കെ പറഞ്ഞ പോലെ പല വിദഗ്ധ ഡോക്ടർമാരൊക്കെ വന്നിട്ടൊന്നും മാറുന്നില്ല. പിന്നെ പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ രാജാവിന് അസുഖം വന്ന് കിടപ്പിലായാലും കാര്യങ്ങൾ രാജ്യകാര്യങ്ങളിൽ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോയി തുടങ്ങിയപ്പോ മൊത്തം ചർച്ചയായി. എങ്ങനെ ഭേദാവും, രാജ്യത്തിന്റെ ഭാവി എന്താവും, ഈവൻ ശത്രു രാജ്യങ്ങളൊക്കെ ഇത് ഏറ്റവും ഈ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള ഭയങ്കര ആഭ്യന്തര പ്രശ്നമാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വിദേശത്തു നിന്നൊക്കെ നമ്മള് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ പരീക്ഷ നോക്കിയിട്ടൊന്നും രാജാവിന്റെ അസുഖം മാത്രം മാറുന്നില്ല, ഡയലി കൂടിക്കൂടി വരികയാണ്. അപ്പോ ഇനി എന്താ കാട്ടുക മന്ത്രിമാരും വിദഗ്ധരൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് കേട്ടു. വേറെ ഏതോ ഒരു രാജ്യത്ത് ഭയങ്കര ഒരു മഹാമുനിയുണ്ട്, അദ്ദേഹം ഒന്ന് നോക്കിയാല് എന്തായാലും മാറാൻ സാധ്യതയുണ്ട്, ഭയങ്കര പിന്നെ ക്രാന്തദർശിയായിട്ടുള്ള ആളാണ്, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ആളാണ്, ഒന്ന് കൊടുത്തു നോക്കിയാലോ എന്നുള്ളത്. നമുക്ക് പ്രൈവറ്റ് ജെറ്റ് തന്നെ വേണമെങ്കിൽ അയക്കാന്നൊക്കെ പറഞ്ഞ ഏതമ്പര മികവുള്ള ആളുകളൊക്കെ പ്രത്യേകം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പ്രത്യേകം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആളെ കൈയും കാലും പിടിച്ചിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം രാജ്യത്തെ കൈ പിടിച്ചു നോക്കി, കാല് പിടിച്ചു നോക്കി, പൾസൊക്കെ നോക്കി, ഇത് പറഞ്ഞു പ്രതീക്ഷ കുറവാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമല്ല, കുറച്ച് സീരിയസ് ആണ് എന്നുള്ളവർക്ക് പറഞ്ഞു. അപ്പൊ ആളുകൾ കൂട്ടക്കരച്ചിലേ മൊത്തം കയ്യിൽ നിന്ന് പോയി. അവസാനത്തെ പ്രതീക്ഷ അത്രയും ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന ആളാണ് പറയേണ്ടത്. മഹാറാണി ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ട് അവസാനത്തെ പോവഴി എന്നുള്ളവർക്ക്. പിന്നെ കരഞ്ഞ് ചോദിച്ചപ്പോ മഹാമുനി പറഞ്ഞു ഇനിയിപ്പോ ലാസ്റ്റ് ഒരു വഴിയേ ഉള്ളൂ, അത് നിങ്ങൾ ശ്രമിച്ചു നോക്കും, അത് നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്താല് നിങ്ങൾ വിജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ രോഗം മാറിയിരിക്കും എന്നുള്ളത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. എല്ലാരും മുഖത്ത് പുഞ്ചിരി വിടർന്നു, അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ നാളം തിരുനാളം എല്ലാവരുടെയും കണ്ണുകളിൽ കാണാൻ പറ്റി. അപ്പോ മഹാമുനി പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു ഇനി മുതൽ അടുത്ത 2 ആഴ്ച രാജാവ് കാണുന്നതൊക്കെ പച്ച നിറത്തിലായിരിക്കണം എന്നുള്ളത്. ഇതങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലീഗ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഫുള്ള് പച്ച ആവണമെന്നുള്ളത്. അപ്പൊ അത് വലിയ രാജാവല്ലേ, ഇതിപ്പോ പച്ച നിറത്തിൽ ഫുള്ള് കാണാനാണോ പ്രയാസം? ഓക്കെ, ഓഫ് കോഴ്സ്, വളരെ ഈസി എന്നുള്ളവർക്ക്. പിന്നെ മഹാമുനിനെ താമസിക്കാൻ പ്രത്യേകം ഫ്ലാറ്റിലും മറ്റൊക്കെ കൊണ്ടാക്കിയിട്ട് ഫുള്ള് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ കണ്ടപ്പൻ റേഡിയസിന്റെ മൊത്തം പെയിന്റ് മൊത്തം കണ്ടെയ്നർ ഇറക്കിയിട്ടൊന്നും തീർന്നില്ല. അവസാനം മറ്റേ ചാപ്റ്ററിലത്തെ ആളുകൾ അടക്കം വന്നിട്ട് സകല പിന്നെ ഡീലേഴ്സും മറ്റൊക്കെ വന്നിട്ട് പെയിന്റ് ഇറക്കി നമ്മളെ ഉമർകോയൊക്കെ പിന്നെ അടിച്ചിട്ട് തീരുന്നില്ല ആളുകൾ ഇറക്കിയിട്ട്. അപ്പുറത്തെ ചാപ്റ്ററിലെ ആളുകൾ ഇറക്കാം അടിച്ചിട്ടൊന്നും ഫുള്ള് പെയിന്റ് തീരില്ല. കൊട്ടാരം മുഴുവൻ പച്ചടിച്ചു, തീർന്നില്ല. പുറത്തുനിന്ന് രാജാവ് മട്ടുപാവം നോക്കുമ്പോ കാണുന്ന ഒരു മരത്തിന്റെ ചില്ലന്റെ നിറം പച്ചല്ല, അതുകൊണ്ട് അടിച്ചു. അപ്പൊ മട്ടുപാവിന്റെ പുറത്തൊരു ഒരു കല്ലിന്റെ കളർ വേറെയായിരുന്നു. ഒക്കെ അടിച്ചിട്ടും തീരുന്നില്ല. ഏകദേശം തീർന്നു കണ്ടിട്ട് മഹാറാണിന്റെ മുതൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നപ്പോ പല്ലിന്റെ നിറം വെള്ളയാണ്, അതടക്കം പച്ചാക്കണ കുഴപ്പത്തിൽ അടിച്ചിട്ട് തീരുന്നില്ല. അപ്പോ ലാസ്റ്റ് നിർവാഹമില്ലാതെ ആ മഹാമുനിനെ ഒന്നും കൂടി കൊട്ടാരത്തിലേക്ക് വിളിച്ചു നിർത്തി ഫ്ലാറ്റിന്ന്. അപ്പൊ ഇയാളതൊന്നും അറിയില്ല. അപ്പൊ തിരിച്ച് 2ാമത് കൊട്ടാരത്തിൽ പോകുമ്പോ ആകെ പോകട്ട് കണ്ടാണ് ഇയാളെ വരുന്നത്. എന്താണ് പറ്റിയത്? മറ്റേ ട്രോളുണ്ടല്ലോ, എനിക്ക് ഭ്രാന്ത ഏതാണോ നാട്ടിലേക്ക് മൊത്തം ഭ്രാന്ത ഏതാണോ ഉള്ളത് മൊത്തം പച്ചയാണ്. അപ്പൊ എന്താ പതിവ് എന്നുള്ളവർക്ക് ഇങ്ങനെ അന്തം വിട്ടിക്കുന്ന നേരത്താണ് പൊന്നാര മഹാമുനി നമ്മൾ എന്ത് കാട്ടിയിട്ടും ഇത് നടക്കണില്ല, നമ്മൾ ഈസിയാന്ന് വിചാരിച്ചു, മൊത്തം പച്ചയാക്കാന്ന് വിചാരിച്ചു, നടക്കണില്ല എന്ന് പറഞ്ഞപ്പോ മഹാമുനി ആകെ എന്റെ മനുഷ്യ എന്നുള്ള മൂഡില് പറഞ്ഞു എന്റെ പൊന്നു രാജാവേ,
നിങ്ങൾ എന്തിനാ ഇതെല്ലാം കൂടി പച്ചടിച്ചിട്ട് തീരോ? ഇതിനൊക്കെ അപ്പുറം വളരെ ഈസി ആയിട്ട് നിങ്ങളൊരു പച്ച കണ്ണട വെച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ കാണുന്നത് മുഴുവൻ പച്ച ആവില്ലായിരുന്നോ? നാട്ടിനെ മുഴുവൻ നന്നാക്കിയിട്ടതാവോ എന്ന് പറഞ്ഞു. കൂടുതൽ ഞാൻ പറയണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ അതിന്റെ ആശയം മനസ്സിലായിട്ട് തോന്നുന്നു. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഭയങ്കരമാണ്. അപ്പൊ ഞാൻ പഴയ ജനറേഷനാണ്, സോഷ്യൽ മീഡിയ ഒന്നും എനിക്ക് ശരിയാവില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ സിസ്റ്റം കൊണ്ടൊരു പണ്ടേ ഇങ്ങനെ ഒരു രീതിയാണ്, അതാണ് മാറില്ല എങ്ങനെയാണെന്ന് അറിയില്ല. അതിപ്പോ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല, നമ്മൾ കുറച്ച് പഴയ ജനറേഷനായി. അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് ഒന്നും ശരിയില്ല, അല്ലെങ്കിൽ വൈഫ് ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ന്യായങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് ആദ്യം ശരിയായാല് സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു. മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് ആദ്യം നമ്മളിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ വിജയിക്കാൻ പറ്റും. ഒരു കവിത പാടിയിട്ട് അവസാനിപ്പിക്കുന്നു. ഒരു പുതിയ ദിനം ലഭിച്ചതിൽ പദവികൾ വമ്പർ പുലർത്തിയിടുന്ന മറ്റം ഇരുളിൽ അവരിരുന്നത് കണ്ടും പണികൾ നടത്തി ഉറങ്ങിടെ സഖാക്കൾ. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഉറക്കടിച്ചിരുന്നിട്ടാണ് ആരെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്ക് യു. നല്ല ഗിഫ്റ്റ് കൊടുക്കണം, സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ വെറൈറ്റി ആക്കാൻ ഐഡിയ കിട്ടുന്നില്ല എന്നാണോ പ്രശ്നം? എന്നാ അത് തീർന്നോട്ടോ. Because you know, and so on. Your responsible experience partner. With smart pricing and low minimums, gifting has never been this easy. Because at And So On, those unheard are sweeter. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ.